കുറേ മക്കളുടെ പ്രത്യേകിച്ച് ജെഇ പോലത്തെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന മക്കളുടെ ഒരു കൺസേൺ ആയിരിക്കും +1 ഞങ്ങൾ ജെഇക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല, അപ്പോൾ ഇനി +2 മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജെഇ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ റിയാലിറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ജെഇ പോലത്തെ ഒരു എക്സാമിന് കുറച്ചുകൂടി ലെവൽ കൂടിയിട്ടുള്ള ഒരു എക്സാം ആണല്ലേ, അപ്പോൾ അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് +1 +2ൻ്റെ NCERT ബേസിസ് വേണം. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴാണ് അല്ലെങ്കിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് തോന്നുന്നത് ജെഇ എക്സാമിന് പ്രിപ്പയർ ചെയ്താൽ കൊള്ളാം. അപ്പം നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തിരിച്ചിന് വീണ്ടും +1 പോയിട്ട് ആ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷെ നമ്മളെപ്പോഴും പറയാറുണ്ട്, ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലതാണ് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പോഴും അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം മുതൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ. ഡെഫിനറ്റ്ലി നമുക്ക് +1ൻ്റെ പോർഷൻസ് കവർ ചെയ്യാൻ നമ്മൾ അഡീഷണൽ ടൈം കൊടുക്കേണ്ടി വരും. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തന്നെ അതിന് എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾ സമയം കണ്ടെത്തി പഠിക്കേണ്ടി വരും. പക്ഷേ നമുക്ക് അവിടെ ഒരു കാര്യം നമുക്ക് ഉറപ്പുള്ളതെന്ന് വെച്ചാൽ +1 NCERT നമുക്കറിയാം. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, കുറച്ച് അഡ്വാൻസ് ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മതി. അതിന് തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കുറച്ച് അധികം എഫേർട്ട് വേണ്ട വരും. കാരണം നമുക്ക് നമ്മുടെ ഉള്ള സമയത്തിനേക്കാൾ അല്ലെങ്കിൽ നമുക്ക് ഉള്ളതായിട്ട് ചെയ്ത് തീർക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി അധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ നമുക്കവിടെ ചെയ്യാൻ പറ്റുന്നതും സമയമുള്ളതായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ +2 ജെഇ ഏറ്റവും ബെസ്റ്റ് ലെവലിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ +2 ക്ലാസ്സുകൾ, അതായത് നമ്മുടെ ഇപ്പം പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ NCERT ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ടല്ലോ, അത് നിങ്ങൾ ബെസ്റ്റായിട്ട് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജെഇയുടെ ബാച്ച് ഉണ്ട്. പക്ഷേ നമ്മുടെ ഈ ഒരു ജെഇയുടെ ബാച്ചിൽ, നമ്മുടെ വീര ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ മെയ് 3rd വീക്കോട് കൂടിയിട്ട് നമ്മുടെ നീറ്റിൻ്റെയും ജെഇയുടെയും ഒക്കെ ലൈവ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ആ ലൈവ് മാത്രം കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് കാര്യം ഉണ്ടാവില്ല. അതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ അതിൻ്റെ എല്ലാ NCERT ലെവലിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് നമ്മുടെ ഉയരെ ബാച്ചിൻ്റെ ക്ലാസ്സിലാണ്. അപ്പോൾ ഉയരെ ബാച്ചിൻ്റെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കണ്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ നീറ്റിൻ്റെ ആയാലും ജെഇയുടെ ആയാലും ലൈവ് ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. കാരണം ഈ വീര ബാച്ചിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ വേദ ബാച്ചിലായിക്കോട്ടെ, അവിടെ നമ്മൾ നമ്മുടെ NCERTയിൽ ഉള്ളതിനേക്കാൾ എക്സ്ട്രാ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ ആ കാര്യങ്ങളും പ്ലസ് ക്വസ്റ്റ്യൻസും ആയിരിക്കും നമ്മൾ ചെയ്യുക. അതായത് ഫുൾ ബേസിക്സ് എവിടെയായിരിക്കുന്നത്, നമ്മുടെ ഒരേ ബാച്ചിൻ്റെ ക്ലാസ്സിലാണ്. അപ്പോൾ മെയ് 3rd വീക്ക് മുതൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ലൈവ് ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം എക്സ്ട്രാ ക്ലാസ്സുകളും ക്വസ്റ്റ്യൻസും ആണ് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇപ്പം നമ്മുടെ നീറ്റിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പ്രത്യേകിച്ച് ബയോളജിയുടെ കാര്യത്തിലൊക്കെ നമ്മുടെ NCERT വിട്ടിട്ട് ചോദ്യം ചോദിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ആ കോൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ലൈൻ ബൈ ലൈൻ മനസ്സിലാക്കേണ്ടത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഇതിൻ്റെ ലൈവ് ക്ലാസ്സുകൾ യൂസ്ഫുൾ ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ +2 മാത്രം ജെഇ അല്ലെങ്കിൽ നീറ്റ് പഠിക്കുന്ന കുട്ടി ആയാലും +1 +2 പഠിക്കുന്ന ആൾക്കാരായാലും നിങ്ങൾക്ക് ഏറ്റവും ബേസിക്സ് ആയിട്ട് വേണ്ടത് എന്താണ്, നമ്മുടെ ഉയരയുടെ ക്ലാസ്സുകൾ നല്ല പ്രോപ്പറായിട്ട് കാണുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് നമുക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പം നീറ്റിൻ്റെ ആയാലും ജെഇയുടെ ആയാലും ബാച്ചിൻ്റെ ലൈവ് ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക. താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഉയരയ്ക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് നീറ്റിനും നമ്മുടെ വീര ബാച്ചിനും ജെഇ ബാച്ചിനും നമ്മുടെ വീരയ്ക്കും വേദയ്ക്കും ഒക്കെ നമ്മുടെ ബാച്ചുകളുണ്ട്. വേദ ബാച്ചിൻ്റെ ഫീ എന്ന് പറയുമ്പോൾ 8990 ആണ്. അതേ സെയിം തന്നെയാണ് നമ്മുടെ വീര ബാച്ച്. ജെഇ ബാച്ചിനും ഉയരെ മാത്രമാണെങ്കിലാണ് നമുക്ക് 5990 വരുന്നത്. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം. അപ്പം നിങ്ങൾ അയ്യോ ഞാൻ +2 മാത്രം പഠിച്ച് ഞാൻ എങ്ങനെ അവരുടെ കൂടെ കോമ്പീറ്റ് ചെയ്യും എന്നുള്ള ഒരു ഇൻസെക്യൂരിറ്റി നിങ്ങൾ വെക്കണ്ട. നിങ്ങൾക്ക് ഇപ്പോൾ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പം മുതൽ പഠിച്ചു തുടങ്ങുക. ആ ഒരു പോസിറ്റീവ് നോട്ടോട് കൂടി ഇതിനെ കാണാം. അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.